ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് സംസാരിക്കുന്നു. അതിലേക്ക് കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറിയെ പോയി കണ്ടു. നയത്തിന്റെ എല്ലാവരെയും അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണോ എന്താണ് ഈ കൂടിക്കാഴ്ചകളുടെ? അല്ല, ഞാൻ വിചാരിച്ച ഇന്നലെ രമേശ് ചെന്നിത്തല അസംബ്ലിയിൽ ഉന്നയിച്ച ആരോപണത്തെ കുറിച്ചായിരിക്കുന്നതാണ്. അത് എന്തായി ആരോപണത്തിന്റെ കഥ? 25-ാം തീയതി വരുന്നുണ്ട്. അല്ല, അത് വരട്ടെ. ഇന്നലെ എഴുതി കൊടുത്ത് എന്തോ ഉന്നയിച്ചതായിട്ട് കേട്ടു. എന്തായിരുന്നു അതല്ലേ തുടക്കമൊക്കെ? അഴിമതിയല്ലേ ആരോപിച്ചത്? അഴിമതിയുടെ കാര്യം എന്തായി എന്നുള്ളത് അറിയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു അങ്ങനെ അഴിമതിയുടെ കാര്യം പറയാതെ ഇനി വിടുന്ന പ്രശ്നമില്ലാന്ന്. അത് പറയട്ടെ, അത് അവരാണ് ഇനി പറയേണ്ടത്. ഞാൻ ഗവൺമെന്റിന് വേണ്ടി പറയാനുള്ള കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ രണ്ടുപേരും കൂടി സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയല്ലോ. ആ വാർത്താ സമ്മേളനത്തിൽ എന്തുണ്ടായിരുന്നു? വാർത്താ സമ്മേളനത്തിൽ എന്താ ആരോപണം? ഇപ്പം എന്താണ് അവശേഷിക്കുന്ന ആരോപണം എന്താണെന്ന് വ്യക്തമായിട്ട് വരട്ടെ. അതിനുള്ള മറുപടി ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാ സ്ഥിതി എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഒരു പരദൂഷണം എന്ന നിലയിൽ പാടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനം അതിന്റെ ഗതി എന്താണ് എന്നതിന്റെ വേറൊരു തെളിവല്ലേ ഇത്? കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ക്യാബിനറ്റ് അംഗീകരിച്ച കാര്യം അത്. പിന്നെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. അല്ല, അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടി, ഇപ്പം ഈ 74 ബിയർ പാർലറുകൾ കൂടി അനുമതി കൊടുത്തു എന്ന് പറഞ്ഞ് വാർത്തകളുണ്ട്. ടൂറിസം മേഖലകളിൽ മാത്രമാണ്. എന്താണ് അതിന്റെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്? അതെ, എനിക്ക് ഇനി സമ്മേളനത്തിന് പോകാം. അല്ല, ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇത് തുടങ്ങാം. മന്ത്രി എം പി രാജേഷാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറ്റുന്നത് ആലോചിക്കുന്നുവെന്നാണ് പറയുന്നത്.